നമ്മളെ ഓട്ടോറിക്ഷ എപ്പോഴും സാധാരണക്കാർ ഉപയോഗിക്കുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഓട്ടോറിക്ഷ ഇപ്പോൾ എല്ലാവരും ഈ ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു ഏകദേശം 5-6 വർഷത്തോളമായി ഇലക്ട്രിക് വാഹനങ്ങളാണ് പുതിയതായിട്ട് കൂടുതലായിട്ട് ഇറങ്ങുന്നത്. ഡീസൽ വണ്ടി ഇല്ല എന്നല്ല, എങ്കിലും ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളിൽ നമ്മളിപ്പോൾ ഉള്ളത് ഓട്ടോ ഡ്രൈവറെ അടുത്താളുള്ളത്. ആള് ഇലക്ട്രിക് ഓട്ടോ ഉപയോഗിച്ചിട്ട് അയാളുടെ അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ അറിയിക്കാം. അപ്പോൾ ഈ പുതിയ ബജാജിൻ്റെ ഗോഗോ എന്നുള്ള ഈ ഓട്ടോയുടെ പിന്നെ അഡ്വാൻറ്റേജുകളും അതുപോലെ ഇതിന് വരുന്ന ലിമിറ്റേഷനുകളും എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അഖിലേഷ്. അഖിലേഷ് അല്ലേ? കുറേ നാളായോ വണ്ടി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? ഇപ്പോൾ ഒരു മാസമായി ഇത് ഇറങ്ങിയിട്ട്. ഓക്കെ. ഇത് നിങ്ങളിപ്പോൾ ഇലക്ട്രിക് വണ്ടി കുറേ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വണ്ടീനെ കുറിച്ച് നിങ്ങൾ എന്താണ്, മൈലേജ് കൂടുതലാണ്, എന്താ ഈ വണ്ടി എടുക്കാനുള്ള കാരണം, അതിനെക്കുറിച്ച്? ഇപ്പോൾ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ ഒറ്റ ചാർജിൽ ഇതിപ്പോൾ കമ്പനി പറയുന്നത് 280 പക്ഷേ നമുക്ക് ഒരു 230 കിട്ടുന്നുണ്ട്. 230 ഫുള്ളായിട്ട് ഓടാൻ പറ്റും അല്ലേ? ഫുള്ളായിട്ട് ഒരു ദിവസം മൊത്തമായിട്ട് ഇങ്ങനെ ഓടാൻ പറ്റും. ഒറ്റ തവണ ചാർജ് ചെയ്യാൻ എത്ര ടൈം എടുക്കുന്നുണ്ട്? 3 മണിക്കൂർ ടൈമാണ്. 3 മണിക്കൂറിൽ ഫുൾ ചാർജ് ആവും. ഫുൾ ചാർജ്. തീരെ ചാർജ് ഇല്ലെങ്കിലും നമുക്ക് 3 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അല്ലേ? പിന്നെ ഇതിലിപ്പോൾ നിങ്ങൾ മറ്റുള്ള വണ്ടികൾ ഉപയോഗിച്ചിട്ട് ഈ വണ്ടീനെ ഉള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു? അതായത് ഇതിലുള്ള ഗുണങ്ങളും അതിലെ പോരായ്മകളായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ തോന്നുന്നു? ഗുണം എന്ന് പറയുന്നത് മെയിൻ ഇത് തന്നെയാണ്. അതായത് നമ്മൾ ഡീസലോ പെട്രോളോ ഒക്കെ അടിക്കുന്നത് വെച്ച് നോക്കുമ്പോൾ കറണ്ടിൽ ലാഭമുണ്ട്. ഞാൻ കണക്കൂട്ടി നോക്കിയപ്പോൾ പിന്നെ പ്രകൃതിക്ക് ദോഷമില്ല. അതാണല്ലേ? പ്രകൃതിക്ക് ദോഷമില്ല. പിന്നെ അതേപോലെ പുക മലിനീകരണം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. യാത്ര ചെയ്യുന്നതിന് നല്ല സൗകര്യം തോന്നുന്നല്ലേ? നല്ല റോഡാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ, നമ്മൾ കാറിൽ പോണ ഫീൽ തന്നെയാണ്. അപ്പൊ നേരത്തെ ഇറങ്ങിയ വണ്ടികളൊക്കെ ബാക്കിൽ നിന്ന് ഭയങ്കര ജർക്കിങ്, അതുപോലെ തന്നെ ഭയങ്കര ചാട്ടൊക്കെ. അങ്ങനെ പ്രത്യേകിച്ച് ഒരു ജർക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. നല്ല സാധാരണ വണ്ടിയിൽ ഒന്നുകൂടി സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടല്ലേ? ഓക്കെ. പിന്നെ ഇതില് ഇപ്പം ലിമിറ്റേഷൻ, അതായത് പോരായ്മകളായിട്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ ഗോഗോയുടെ വണ്ടി? പോരായ്മകളായിട്ട് എന്ന് പറയുന്നത് വണ്ടി ഓടിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിന്ന് പോകും. ചിലപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ബ്രേക്ക് 2 പ്രാവശ്യം ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് ഒരു സ്റ്റക്കായ പോലെ വണ്ടി ഓടിക്കുന്നതിനുള്ള പ്രത്യേകത ആണല്ലേ അതൊക്കെ? ഓക്കെ. അതിന്റെ സെൻസറിലാണ് വരുന്നത്. ശരിയായില്ല. ഇതിന് എത്ര 3 ആൾക്ക് കൃത്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും അല്ലേ? നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? മുന്നേ ഇറങ്ങിയതില് 3 ആൾക്ക് ശരിക്കും ഇരിക്കാൻ കഴിയില്ലായിരുന്നു ടിവിയില്, ബജാജിന്റെ. അതിനുശേഷം ഇറങ്ങിയതാണിത്. അതേപോലെ തന്നെ അത്യാവശ്യം ലഗേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? അത്യാവശ്യം സാധനങ്ങളൊക്കെ ലഗേജൊക്കെ ബാക്കിൽ നമുക്ക് ലോഡ് ചെയ്ത് പോകാൻ പറ്റും. അതുപോലെ തന്നെ സീറ്റ് ഫോൾഡ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ കൂടി ഉണ്ടല്ലേ? അപ്പം പാസഞ്ചർക്ക് എന്തുകൊണ്ടും യാത്ര ചെയ്യാൻ നല്ല കംഫർട്ടാണ് അല്ലേ? ഡ്രൈവർ സീറ്റും അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ, ഫ്രണ്ടിലൊക്കെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഓക്കെ. ഇത് വണ്ടി ഒന്ന് ഓൺ ചെയ്തിട്ട് എങ്ങനെ നടക്കാന്നുള്ളതൊന്ന് ആളുകൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടൊന്ന് പറഞ്ഞത്. അതായത് ഹാൻഡ്ലോക്ക് ഒഴിവാക്കുന്നു. പിന്നെ ഇത് റൈഡ് മോഡുകളാണിത്. അതൊക്കെ പഴയ പോലെ തന്നെ. അതായത് ഇവിടെ ഡി വന്നു കഴിഞ്ഞാല് പിന്നെ നമ്മൾ ഡ്രൈവിങ്ങിന് വരും. അതേമാതിരി ന്യൂട്രൽ. പിന്നെ ഇത് ഈ സാധനം നമ്മളിപ്പോ ഓട്ടത്തില് നമുക്ക് സ്പീഡ് കുറവായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്പീഡ് കൂടുതൽ കിട്ടും. അപ്പോൾ അതിൽ തന്നെ മറ്റു ഇലക്ട്രിക് വാഹനങ്ങളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഈ കയറ്റൊക്കെ കയറി പോകാൻ വേണ്ടി എന്തോ ബൂസ്റ്റ് മോഡ്, ഫാസ്റ്റ് മോഡ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഇതിന് അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നില്ല. നമ്മൾ കയറ്റം കയറുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ പവർ വേണമെന്നുണ്ടെങ്കിൽ വണ്ടി തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ഗിയർ മാറും അല്ലേ? മൊത്തത്തിൽ നിങ്ങൾക്ക് പിന്നെ ഈ വണ്ടി എടുത്തിട്ടുള്ള അനുഭവം നല്ലതായിട്ടാണ് തോന്നുന്നത് അല്ലേ? ഇതുവരെ ഒരു കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വണ്ടി മറ്റുള്ള വണ്ടീനെ അപേക്ഷിച്ച് അല്ലെങ്കിൽ ഇറങ്ങിയ ഇലക്ട്രിക് വണ്ടി ഇപ്പം നേരത്തെ ഇറങ്ങിയപ്പോൾ മറ്റുള്ള കമ്പനികളുടെ വണ്ടികളൊക്കെ ഇപ്പം മൈലേജ് കുറവുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പ്രശ്നം അതായിരുന്നു. ആ മാറ്റം വരുത്തിയിട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ 280 കിലോമീറ്റർ 230 കിട്ടുന്നുത്. ഇത് സർവീസും കാര്യങ്ങളൊക്കെ കമ്പനി എങ്ങനെ പറഞ്ഞു? എത്ര കിലോമീറ്ററിൽ സർവീസ് ചെയ്യണമെന്നാ പറയുന്നത്? ഫസ്റ്റ് സർവീസ് കിലോമീറ്റർ 1500 കിലോമീറ്റർ അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അഡീഷണൽ ആയിട്ട് എത്ര കിലോമീറ്റർ ആണ്? അടുത്ത 5000 കിലോമീറ്റർ. ഓരോ 5000 കിലോമീറ്ററിലും ചേഞ്ച് ചെയ്യാം. അതായത് സർവീസ് ഒക്കെ പക്ക ഉഷാർ സർവീസ് ആണ്. ഞാൻ രാമനാട്ടിലാണ് ചെയ്തത്. അവിടെ ബജാജ് നിങ്ങൾ ഏത് ഡീലർ എടുത്താണ് ഈ വണ്ടി എടുത്തത്? മോട്ടോഴ്സിലെ സർവീസും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാണെന്നാ പറയുന്നത് അല്ലേ? നേരത്തെ ഇറങ്ങിയ വണ്ടികൾക്കൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ സർവീസ് മോശമാണെന്നുള്ളൊരു പ്രശ്നം. അത് മാത്രമല്ല സ്പെയർ കിട്ടാനില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ലേ? ഓക്കെ.
പിന്നെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഡീസൽ വണ്ടികളൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോൾ ഒരു എക്കണോമി ഫ്രണ്ട്ലി ആണ് അല്ലേ, പൈസ കൂടുതൽ ചിലവാകാത്ത ഒരു ഇതാണ്. അതെ, ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഇതിലിപ്പം മാറ്റങ്ങൾ വരണം എന്നൊന്നും തോന്നിയിട്ടില്ല അല്ലേ? ഇപ്പം പുതുതായിട്ട് എനിക്ക് മാറ്റങ്ങൾ വരണമെന്ന് പ്രത്യേകിച്ചൊന്നും തോന്നിയിട്ടില്ല. കാരണം മെയിൻ തന്നെയാണല്ലോ നമ്മൾ നോക്കുന്നത്. പിന്നെ ഈ ചാർജ് ചെയ്യുന്ന ടൈം ഒരു സീനാണല്ലേ. നമ്മളിപ്പോൾ ലോങ് ഒക്കെ ട്രിപ്പ് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ 250 കിലോമീറ്റർ ഉണ്ടെങ്കിലും കൂടിയിട്ട് രാത്രിയാണ്. രാത്രിയിൽ. പക്ഷെ രാത്രിയിൽ ഇപ്പോൾ KSBയുടെ കറണ്ടൊക്കെ കൂടുതലാണ്. അപ്പോൾ ഡേ ടൈമിലാണ് നമുക്ക് കറണ്ട് ചാർജ് ചെയ്യാൻ കൂടുതൽ നല്ലത്. നമുക്ക് ഓടാൻ പറ്റുള്ളൂ. അതെ. അല്ല അതല്ല, പിന്നെ ഇതിൽ പെട്ടെന്ന് ചാർജ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി ടൈം, അതായത് ചാർജ് ചെയ്യുന്ന ടൈം കുറഞ്ഞിട്ടുള്ള ഒരു സിസ്റ്റം കൂടി വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടി യൂസ്ഫുൾ ആയിരിക്കും അല്ലേ ആളുകൾക്ക് യൂസ് ചെയ്യുന്ന ഡ്രൈവേഴ്സിന്. ഓക്കെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പരമാവധി ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കുന്നു. മുഹമ്മദ് അലി പുത്തലത്ത്.